Hello friends, welcome to AppZ Corner. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുൻ ആണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ് ആണിത്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സെയിം ക്വാണ്ടിറ്റി തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഞ്ചസാരയുടെ അത്രയും ക്വാണ്ടിറ്റി തന്നെയാണ് വെള്ളം എടുക്കേണ്ടത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ തന്നെ വെക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ആകുന്നവരെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ജാമുൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു 9 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് വേണം പാലൊഴിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കുഴയ്ക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പാലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ച് ചെറിയ ഉരുളകളായിട്ട് എടുക്കണം. ഇപ്പോൾ ഞാനെല്ലാം ഇതുപോലെ തന്നെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വലിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ പാത്രം എടുത്തിരിക്കുന്നത്. ആദ്യം ചിലപ്പോൾ ചില ഭാഗത്ത് മാത്രം ഒരു കളർ ചേഞ്ച് വരും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലായിടത്തും സെയിം കളർ തന്നെ ആയിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ പല സ്ഥലത്തും പല കളറായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പിന്നെ വേറെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ജാമുൻസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജാമുൻ്റെ കളർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിതെടുത്ത് മാറ്റണം. ഇപ്പോൾ ഞാൻ എല്ലാ ജാമുൻസും എടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറേ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണൊന്ന് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ജാമുൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല. അതൊരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ തന്നെ ഇട്ട് വെക്കണം. എന്നാലും നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ 2 മണിക്കൂർ കൊണ്ട് ഷുഗർ സിറപ്പിൽ കിടന്ന് ജാമുൻ നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. അങ്ങനെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഗുലാബ് ജാമുൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ബൈ.